വരുന്ന തലമുറകൾക്ക്, ഇനി വരാൻ പോകുന്ന ഹീറോയിൻസ്, ആക്ട്രസിന് അവർക്ക് പറയാനുള്ളത്? കാര്യം ഈ പറഞ്ഞ കഥയുമായിട്ട് ചേട്ടന് യോജിപ്പിച്ച് പറയാം. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, എല്ലാവരും പറയാം. ഇത് ഈ സംഭവങ്ങളൊക്കെ വന്നത് ചിലപ്പോൾ ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഒന്നും ആരോടും ഇനിയുള്ള ഒരു മോശമായിട്ട് ആരോടും തമാശയ്ക്ക് പോലും ഒന്നും പറയാൻ നിൽക്കില്ല, യാതൊരു സംശയമില്ല. കാരണം ഇപ്പം തന്നെ ഇനി ഒരുമാതിരിപ്പെട്ടവരൊന്നും ഇനി വളരെ നോക്കിയും കണ്ടൊക്കെ സിനിമയിൽ വയ്ക്കുള്ളൂ. വച്ചു കഴിഞ്ഞാൽ അത് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവരുടെ എല്ലാം കണ്ടീഷൻസിലൊക്കെ അത് പ്രൊഡ്യൂസർമാരെ തന്നെ നിൽക്കുകയുള്ളൂ. നടന്മാരെല്ലാവരും ഈ ഒരു സുന്ദരയായ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പിന്നെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവാം. അത് അപ്പം തന്നെ എൻ്റെ പൊന്നു ചേട്ടാ, അതിവിടെ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല ഇവിടെ. നോ പറയാ, തീർന്നവിടെ. നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്നും ആവശ്യമില്ല, സംസാരത്തിന്റെ ആവശ്യമില്ല, ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല, പേപ്പേഴ്സിന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഇല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞു? തീർച്ചയായിട്ടും ഒരു നോ, ഒരു വാക്ക് നോ ഒന്ന് കണ്ടിട്ട് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ആ സിനിമ കിട്ടില്ലായിരിക്കാം. വേണ്ട, അടുത്ത ജോലിക്ക് പോകണം, വിദ്യാഭ്യാസമുള്ളതല്ലേ. മനസ്സിലായില്ലേ? ചേട്ടൻ്റെ ഞാൻ പലരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷേ ചേട്ടന് ഭയങ്കര രസമല്ലായിരുന്നു ഇൻ്റർവ്യൂ. രസം മാത്രമല്ല, ചേട്ടൻ്റെ സംസാരം കേട്ടോണ്ട് ജെന്യൂനായിട്ടുള്ള കുറേ സംസാരങ്ങൾ വന്നു. കാര്യം ജനങ്ങൾക്ക് ആവശ്യമുള്ള, ഈ മലയാളിക്ക് ആവശ്യമുള്ള കുറച്ച് പൊടിപ്പും ഒരു മുത്തുച്ചിപ്പ് വായിക്കുന്ന അതാണ് ഞാൻ പറയാൻ വന്ന അല്ല, അത് യൂഷ്വലി അത് പിന്നെ ദിവസവും കേൾക്കുന്നതാണ്. ഇതിൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ നല്ല, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ സംസാരിക്കാതെ ഞാൻ പറയും, എടി ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നിനക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് എങ്ങനെ? എൻ്റെ പൊന്ന്, എനിക്ക് ജീവിച്ചാൽ മതി, എനിക്ക് ഈ ഒരു അവതാരത്തിൻ്റെ കൂടെ അങ്ങ് ജീവിച്ച് തീർത്താൽ മതിയെന്ന്. സിനിമാ നടനാവുമെന്ന് വിചാരിച്ചിരുന്നോ കല്യാണം കഴിച്ചപ്പോൾ? ഇല്ല, സിനിമാ നടനല്ലായിരുന്നല്ലോ എന്നെ കല്യാണം കഴിയുമ്പോൾ. ആവുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. പണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടു, നിന്നിപ്പോൾ കെട്ടാനൊന്നും പോകണില്ല, നല്ല ഗ്ലാമറുള്ള പയ്യനാണെന്നൊക്കെ പറഞ്ഞു. എന്ന് അത് പറയുന്തോറും സുധേച്ചേട്ടൻ ചിരിച്ച് ഭയങ്കര ചിരിയാണ്. പറയൂ, അതെന്തായിരുന്നു? അത് പെണ്ണ് കാണാൻ വന്നിട്ട് പോയായിരുന്നല്ലോ. അപ്പം നമ്മുടെ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം അല്ലേ? അല്ല, ഇവര് കാണാൻ വന്നിട്ട് പോയപ്പം ഞാൻ ശരിക്കും മെലിഞ്ഞ് സാധാരണയായിട്ടൊരു ആളായിരുന്നു. ഇത് പുള്ളി നല്ല ഹൈറ്റും കളറും ഒക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ റിലേറ്റീവ് ഒക്കെ പറഞ്ഞു, ഇത് വന്ന് കണ്ടിട്ട് പോവുകയുള്ളൂ, ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ചേട്ടൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്പലമൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥിക്കുന്നത്, എന്നെ തന്നെ കെട്ടണേ, എന്നെ ഇഷ്ടപ്പെടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും എനിക്കങ്ങനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, നടക്കുമെന്നുള്ളത് അല്ലേ? അറിയില്ലായിരുന്നു. പിന്നെ നടന്നു. ചേട്ടാ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, അത് സംസാരിച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്. ഇന്ന് ഇവക്ക് ഞാൻ പെണ്ണാണ ചെന്നവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. 17 വയസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 17 വയസ്സിൽ ഇങ്ങനെ സംസാരിച്ചു. 17 വയസ്സിലാണ് ഇത് കഴിഞ്ഞത്. ഇവരുടെ സിസ്റ്ററുടെ കല്യാണത്തിന് ലീവിന് വന്ന അങ്ങനെ കണ്ടതാ. ലീവിന് വന്നപ്പോൾ പെണ്ണാണ ചെന്നപ്പം ഒരു സാധാരണ എൻ്റെ ഒരു മനസ്സിലാഗ്രഹമായിരുന്നു, അതീവ സുന്ദരിമാരൊന്നും കിട്ടരുത്, സാധാരണ വീട്ടിൽ നിന്ന് സാധാരണ ഒരു പെണ്ണിനെ കിട്ടണം, നാടൻ പെൺകുട്ടി. ഈ കാച്ചെണ്ണയുടെ മണവും തുളസിക്കതിര്, അത് മറ്റേ കാച്ചെണ്ണ തേച്ച കാർക്കൂന്തളത്തിൻ്റെ കാറ്റേറ്റപ്പോഴും അതുപോലെ ആയിരുന്നു. അപ്പോൾ നടന്ന് കാറ്റ് വരുമ്പോൾ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള വേർഡ്സൊക്കെ അറിയാം. അയ്യോ, ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാന്ന് മറ്റുള്ള പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഇവള് പറയാറില്ല. ഇവർക്ക് എന്താ അറിഞ്ഞുകൂടുന്നേ അല്ലേ? അറിയാം. അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു, കാച്ചിയെണ്ണയുടെ മണമൊക്കെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. അതെ, അങ്ങനെ സംസാരിച്ചു. പിന്നെ അല്ല, ഞാൻ പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പം അവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പ്രാർത്ഥിച്ചേ, അമ്പലത്തിലെ വേണ്ടുവോളം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ മുതലാണ് ഈ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ വിടും ചേട്ടാ? നല്ലൊരു തീരുമാനമായിരുന്നു അല്ലേ? നല്ല തീരുമാനം. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ബുദ്ധിയില്ലായ്മയായിരിക്കും ചിലപ്പോൾ എൻ്റെ, അല്ലെങ്കിൽ ഇവളുടെ ബുദ്ധിയില്ലായ്മയായിരിക്കാം,
ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം രമ്യ അവിടെ ഇരുന്ന് വേർക്കുന്ന ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം പറയുമ്പോഴും. ചെറുതായിട്ട്. ഇല്ല സത്യമല്ലേ? തീർച്ചയായിട്ടും നിർത്ത് ചേട്ടാ, എനിക്ക് കേൾക്കാൻ വയ്യ എന്നുള്ളത്. ഇപ്പോഴും അതെ. എവിടെ വെച്ചാൽ നിർത്താൻ പറഞ്ഞതറിയോ ചേട്ടാ? ആ. പൈസ വിളിച്ചതിന് പോകുന്നു പറഞ്ഞില്ലേ? ഞാൻ ചിലപ്പം വെറുതെ പറഞ്ഞായിരിക്കാം, സത്യം പറഞ്ഞായിരിക്കാം, എന്തും ആയിക്കോട്ടെ. ആയിരിക്കും. അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ എന്ത് പേരെന്നെ വിളിക്കും? പറ. ആൺ വിളിക്കുന്നോ? എന്താ വിളിക്കുക നിങ്ങൾ എന്നെ? അത് പെണ്ണുങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ഒരു പേര്? എന്താ പെണ്ണുങ്ങൾക്ക് സമൂഹം ആ പേര് കൊടുത്തിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന മറുപടി പറ. ഒരു പെണ്ണ് പല ആണുങ്ങളുടെ കൂടെ പോയി ആളെ പല പേരിട്ട് വിളിക്കും. ആ പേര് പറയുന്നില്ല, മോശമാണ്. പക്ഷേ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല എന്നോ? അങ്ങനെ വിളിച്ചോളൂ. എന്താ വിളിക്കാതെ? ചേട്ടാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഏതെങ്കിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഭ്രാന്ത് കുറച്ച് ദിവസമായിട്ട് ഇത് ഞാനൊന്ന് എല്ലാം കലങ്ങി തെളിയത്തല്ലേ? ആസിഫ് അലി തെളിയട്ടെ, ഇതോടെ തീരട്ടെ. ആസിഫ് അലി പ്രശ്നത്തിൽ ഈ കിടന്ന് അവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കണം. അതെ അതെ അതെ. ആസിഫ് അലിക്ക് പ്രശ്നമില്ല. ഇല്ല. ആസിഫ് അലി പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, മൈൻഡിൽ പോലും ഇല്ല. പിറ്റേ ദിവസം രാവിലെ ആസിഫ് അലി നോക്കുമ്പോൾ എനിക്കൊപ്പം എന്തിനാണപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണേ? അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട്. ഒന്നാമത്തെ കാര്യം, കാലിന് വയ്യാത്ത ആള്, അയാൾക്ക് എന്തോ ഇൻസൾട്ട് ഫീൽ ചെയ്തു. ആസിഫ് അലിയുടെ കൈ കൊണ്ട് വാങ്ങിച്ച് കുറഞ്ഞു പോയി എന്ന്. ആസിഫ് അലി വേണ്ട, ആസിഫ് അലിയുടെ പണിക്ക് പോയി. ഇത് ജനങ്ങൾ ഏറ്റെടുത്തു, എല്ലാവരും കൂടെ ആസിഫ് അലി. ഞാൻ പറഞ്ഞു നിർത്തടാ പോയി, എന്തിനാ വെറുതെ? ആസിഫ് അലിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്നെ പൊങ്കാലിടുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രാവിലെയൊക്കെ അതായിരുന്നു, ഒരു വാർത്തയായിരുന്നു. ആസിഫ് അലിയോടൊപ്പം ചങ്ക് ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞു. എന്തിനാന്നേ? ആസിഫ് അലി എന്ന് പറഞ്ഞൊരു കലാകാരൻ, നല്ലൊരു നടനാണ് അല്ലേ, അടിപൊളി നടനാണ്. ആ പുള്ളിയുടെ സിനിമ തിയേറ്ററിൽ ഓടിയാലല്ലേ ഈ നടനുള്ളൂ. അതേ ഉള്ളൂ ഇല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അത് ഇവരെ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന് ആരും ആളെ കയറ്റി പടം ഓടിക്കില്ലോ. ഇല്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പടം 2 ഇറങ്ങി. ഇതിന് എത്ര രൂപ ലാഭം കിട്ടുന്നു എന്ന് മാത്രം നോക്കുക. ഞാൻ അഭിനയിച്ച പടം പ്രൊഡ്യൂസർക്ക് എത്ര ലാഭം കിട്ടി, അവിടെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു സിനിമ ഇറങ്ങുമ്പോൾ, ഞാനിത് 2 പടം, ഈ വരുന്ന 28-ാം തീയതി കണ്ണൻ താമരക്കുളത്തിൻ്റെ വിരുന്നിറങ്ങുന്നു. ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പോസ്റ്റുകളിട്ട് പ്രൊമോഷൻ വേണ്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അത് തിയേറ്ററിലെത്തിച്ച് ജനങ്ങളിലെത്തിച്ച് ആ പ്രൊഡ്യൂസർക്ക് 10 രൂപ ലാഭം ഉണ്ടാക്കി എൻ്റെ ക്യാരക്ടറും എന്നെ കൊണ്ട് കഴിയുന്നതിനേക്കാളും മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ച് ആ കഥാപാത്രം ജനങ്ങളിലെത്തിയാൽ മാത്രമേ എനിക്കും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ആ ഫുൾ ക്രൂവിനും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ ഈ കഥ പറഞ്ഞുകൊണ്ടോ ഒരാളൊപ്പം നിന്നുകൊണ്ടോ ആരും നേടാൻ പോകുന്നില്ല. അതെ അതെ. എൻഡ് ഓഫ് ദി ഡേ ജനം തിയേറ്ററിൽ കയറി സിനിമ കണ്ടാലേ നല്ലവരായ പ്രേക്ഷകർ, സിനിമയെ സ്നേഹിക്കുന്നവർ അവരെന്നും കാണും. അവർ കൈയടിച്ചാൽ മാത്രമേ ഏതൊരു നടനും വളരുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ കുത്തിയിരുന്ന് ഈ അത് പറഞ്ഞുകൊണ്ടോ ഇത് പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തന്നെ സപ്പോർട്ട് ചെയ്താൽ നോക്കിക്കോ, ഇവനെ കൊണ്ട് മേളിൽ കൊണ്ട് എത്തിച്ചിട്ട് പതുക്കെ കൈ താഴ്ത്തി കിടത്തുകളാം. ആ വീഴ്ച എന്നുണ്ടോ ഭയങ്കര വീഴ്ചയായിരിക്കും അത്.